ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സ്മാർട്ട് കരിയർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലും അതേപോലെ തന്നെ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലും റിക്രൂട്ട്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. മെയിനായിട്ടും ഈ പ്രാവശ്യം റിക്രൂട്ട്മെൻറ്റ്സ് വന്നേക്കുന്നത് കോൺട്രാക്റ്റ് ബേസിസിലാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ജോബ് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നും എത്ര വേക്കൻസി ഉണ്ടെന്നും സാലറി, ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻസ്, അതേപോലെ എങ്ങനെയാണ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് ജോബ് പോസ്റ്റുകൾ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ലോജിസ്റ്റിക്സിലേക്കാണ് വേണ്ടത്. ഒരു വേക്കൻസി ആണുള്ളത്. ഇത് മെയിനായിട്ടും വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ്, അതായത് കൊച്ചിയിൽ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് അവർ ചോദിക്കുന്നത് ആർട്സ്, കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ ഒരു 3 വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് അവർ പറയുന്നത് ഒരു കസ്റ്റംസ് ക്ലിയറൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡിൽ കുറഞ്ഞത് ഒരു 2 വർഷത്തെ പരിചയം ആവശ്യമാണെന്നും കൂടി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ഏജ് ലിമിറ്റാണ്. 30 വയസ്സ് വരെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും. അതേപോലെ സാലറി വരുന്നത് പ്രതിമാസം 24,400 രൂപയാണ് സാലറി ആയിട്ട് അവർ പറയുന്നത്. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 27 മാർച്ച് 2026 വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളവർക്ക് ഇതിനകത്തേക്ക് അപേക്ഷിക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വേക്കൻസി വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ പോസ്റ്റിലോട്ടാണ്. ഒരു വേക്കൻസി ആണുള്ളത്. ഇത് വരുന്നത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെ ഡിഗ്രി പാസ്സായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവർ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് ഷിപ്പ് റിപ്പയർ, ഷിപ്പ് ബിൽഡിംഗ്, പോർട്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനികളിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ് ഇതിന് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ പ്രതിമാസം നമുക്ക് 49,500 നമ്മൾ സാലറി വരുന്നത്. ഇതിന് 23 വരെ, അതായത് ഈ മാസം 23 വരെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന വേക്കൻസി അസിസ്റ്റൻറ്റ് മാനേജർ ഫിനാൻസിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇത് ലൊക്കേഷൻ വരുന്നത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ്. ഒരു 60% മാർക്കോടെ MCOM പാസ്സായ ആർക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ എക്സ്പീരിയൻസ് പറയുന്നത് ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് 30 വയസ്സ് വരെയാണ്. പക്ഷേ OBC കാൻഡിഡേറ്റ്സിന് ഒരു 3 വർഷത്തെ വയസ്സിളവ് ലഭിക്കും. അതേപോലെ സാലറി വരുന്നത് 49,500 പ്രതിമാസത്തെ സാലറി വരുന്നത്. ഇത് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23 മാർച്ച് 2026 വരെയാണ്. ഇനി നമുക്ക് ഓരോ ജോബ് പോസ്റ്റിനും ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ലോജിസ്റ്റിക്സിലേക്ക് 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതുകൂടാണ്ട് ബാങ്കിൻ്റെ ചെറിയതായിട്ടുള്ള ചാർജുകളും എക്സ്ട്രാ കയറി വരും. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് അടച്ചുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കലിലും ഫിനാൻസിലും 400 രൂപയാണ് ഫീസ് വരുന്നത്. അതേപോലെ നമുക്ക് SC, ST അതേപോലെ ഭിന്നശേഷി ഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കൊന്നും നമുക്ക് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടി വരില്ല. അതാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മൾ ഈ ജോബിന് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ വഴിയായിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് അതിന് 2 വെബ്സൈറ്റുകൾ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.cochinshipyard.com എന്ന് പറയും. അത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ www.udupicsl.com വഴി നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. നമ്മൾ ഈ അപേക്ഷിക്കുന്ന സമയത്ത് അവർ നമ്മുടെ ഫോട്ടോസും അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റ് ആ ഒരു ഫോർമാറ്റിൽ അതിനെ ഫോട്ടോയും സർട്ടിഫിക്കറ്റും ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് മെയിനായിട്ടും ഈ ജോബിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്